നമുക്ക് പിരിയാ അഭിയേട്ട. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറുടെ വാക്കുകൾ കേട്ട് മുറിവ് പറ്റിയ മനസ്സുമായി കിടക്കുകയായിരുന്ന അഭിയുടെ അടുത്ത് വന്ന് പ്രിയ പറഞ്ഞതും അവൻ പെട്ടെന്ന് ഞെട്ടി അവിടെ നിന്നും എഴുന്നേറ്റ് അവളെ നോക്കി. ഒന്ന് സമാധാനിപ്പിച്ച്, സാരമില്ല ഏട്ടാ, ഞാനില്ലേ മരണം വരെയെന്ന് തൻ്റെ നെഞ്ചിൽ ചാരി അവൾ കവളിൽ മുത്തം നൽകി പറയുമെന്ന് കരുതിയ അവൻ്റെ ആഗ്രഹത്തിന് ചിത കത്തിക്കുന്നതായിരുന്നു അവളുടെ വാക്കുകൾ. വിശ്വാസം വരാതെ അവൻ അവളെ നോക്കി. പക്ഷെ അവളിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. പ്രിയ, നീ എന്താ പറയുന്നേ? പിരിയാമെന്നോ? എനിക്ക് മനസ്സിലായില്ല. ഇനി എന്ത് മനസ്സിലാക്കാനാ? കല്യാണം കഴിഞ്ഞ് 4 വർഷമായി. ഓരോ ഡോക്ടർ മാറി മാറി കാണുമ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഒരു കഴിവുകെട്ട നിങ്ങളല്ല എൻ്റെ ഭർത്താവ്. പിന്നെ എങ്ങനെ എനിക്കൊരു കുഞ്ഞുണ്ടാകും? അറുത്തുമുറിച്ചുള്ള അവളുടെ വാക്കുകൾ കേട്ട് അവൻ തകർന്നു. അവളുടെ തോളിൽ നിന്നും പിടിമാറ്റി ഒന്ന് പുറകിലോട്ട് പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി. തൻ്റെ പ്രിയ തന്നെയാണോ ഇത്? വീട്ടുകാരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതാണെങ്കിലും ചങ്ക് പറിച്ച് സ്നേഹിച്ചതല്ലേ ഇവളെ? പ്രണയവും കാമവും സ്നേഹവും എല്ലാം പരസ്പരം പങ്കുവെച്ചവളല്ലേ? എന്നിട്ടിപ്പോൾ അവൻ്റെ ഉള്ളം നീറി. മോളെ പ്രിയേ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഡോക്ടർ പറഞ്ഞത് ഇച്ചിരി ഹോപ്പുണ്ടെന്നല്ലേ. നമുക്ക് കാത്തിരിക്കാം പ്ലീസ്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ശക്തിയായി അവനെ തള്ളിമാറ്റി. ഒന്ന് വേച്ച് അവൻ പിറകിലോട്ട് പോയി. എത്ര വരെ കാത്തിരിക്കണം ഞാൻ? പറയാൻ. ഓരോ പ്രാവശ്യവും ഡോക്ടറെ കാണിക്കുമ്പോൾ ഇത് തന്നെയല്ലേ അവർ പറയുന്നത്? എനിക്ക് മടുത്തു. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കണം. എനിക്കൊരു അമ്മയാകണം. അവളുടെ ഉറച്ച വാക്കുകളിൽ അവനൊന്ന് പതറി. ഒന്നും മിണ്ടാതെ കട്ടിലിരുന്നു. മൗനം തളം കെട്ടിയ നിമിഷങ്ങൾ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആകാം പ്രിയ. ഞാൻ കാരണം നീ വിഷമിക്കേണ്ട. ഒഴിഞ്ഞു തരാൻ ഞാൻ. കണ്ണുനീർ തുടച്ച് അത്രയും പറഞ്ഞ് അവൻ റൂമിൽ നിന്നും ഇറങ്ങി. അപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുച്ഛ ചിരിയായിരുന്നു, ഒപ്പം സന്തോഷവും. റൂമിൽ നിന്നും ഇറങ്ങി അഭി കാണുന്നത് സാരിത്തലപ്പ് കൊണ്ട് കണ്ണുനീർപ്പുന്ന അമ്മയെയാണ്. എല്ലാം കേട്ട് കാണും എന്നവന് മനസ്സിലായി. ഒരു വിളറിയ ചിരി അവർക്ക് നൽകി അവൻ വെളിയിലേക്ക് പോയി. താൻ കാരണമാണ് മോൻ്റെ ജീവിതം ഇല്ലാണ്ടായതെന്നോർത്ത് അവരുടെ ഉള്ളം പുകഞ്ഞു. തൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നവൾ ഇന്ന് തനിക്കൊരച്ഛനാകാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ ഒന്നിനും കൊള്ളാത്തവനായി. ലോകം അങ്ങനെയാണ്. സ്നേഹത്തിനോ പ്രണയത്തിനോ യാതൊരു വിലയുമില്ല. പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ലോകം. ഒരു ലക്ഷ്യമില്ലാതെ വണ്ടിയിൽ മുന്നോട്ടു പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം ഓടിപ്പോയി. പിറ്റേന്ന് തന്നെ തുണിയും ആഭരണവും എല്ലാം എടുത്തുകൊണ്ട് പ്രിയ വീട്ടിൽ നിന്ന് പോകുമ്പോഴും അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവൾക്ക് തന്നെ വിട്ടു പോകാൻ പറ്റില്ലെന്ന്. പക്ഷെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവളെ വിളിക്കാനായി വന്ന വണ്ടിയിൽ കയറുമ്പോൾ ഹൃദയം കീറിമുറിയുന്ന വേദനയോടെ ഞാനും അമ്മയും വാതിൽപ്പടിയിൽ നോക്കി നിന്നു. പിന്നീടുള്ള ഓരോ ദിവസവും വല്ലാത്ത ഒരു വിലയുമില്ലാത്ത പ്രതീക്ഷയായിരുന്നു. ആരെങ്കിലും വണ്ടിയിൽ വീടിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ പ്രിയയാണെന്ന് തോന്നും. മനസ്സ് കൈവിട്ടു പോയി. എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുമ്പോൾ അച്ഛനില്ലാതെ വളർത്തിയ പെറ്റമ്മയുടെ മുഖം മനസ്സിൽ മിന്നിമറയും. അമ്മയ്ക്ക് താനേ ഉള്ളൂ. ഒരിക്കലും പ്രിയയെ ഒന്ന് വിളിക്കാനോ കാണാനോ പോയില്ല. ഒരിക്കൽ അവൾ തൻ്റെ സ്നേഹം മനസ്സിലാക്കി വരുമെന്ന ഒരാശ. പക്ഷെ അതെല്ലാം പാഴായിരുന്നു. അവസാനം ഡിവോഴ്സ് കഴിഞ്ഞ് കോടതിയിൽ നിന്നിറങ്ങിയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ നോട്ടം അവളിലായി. അവിടെ ഒരു വിജയച്ചിരിയായിരുന്നു, ഒരു കഴിവ് കെട്ടവനോടുള്ള പുച്ഛവും. കൂടെയുള്ള ചെറുപ്പക്കാരൻ്റെ കൈപിടിച്ച് തന്നെ മറികടന്നു പോകുമ്പോൾ ഹൃദയം നൊന്തില്ല, എന്നെ നിലച്ചുപോയി. പിന്നീട് ദിവസങ്ങൾ പോയി, വർഷങ്ങൾ പോയി. ജോലി കളഞ്ഞ് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഇടയ്ക്ക് മനസ്സിൽ വരുമ്പോഴേക്കും തൻ്റെ പ്രിയ ഇപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണെന്ന കാര്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. എത്ര ശ്രമിച്ചിട്ടും അവളെ വെറുക്കാൻ പറ്റാതെയായി.
വേറെ ഒരു കല്യാണത്തിനുള്ള നിർബന്ധം അമ്മയുടെ ഭാഗത്തു നിന്ന് കൂടി വന്നപ്പോൾ ഒരുപാട് എതിർത്തു, ബഹളം വെച്ചു. ഒരുപാട് നൊന്ത മനസ്സാ. ഇനിയും കഴിവില്ലാത്തവനായി പറ്റില്ല. പക്ഷേ അവസാനം അമ്മയുടെ കണ്ണീരിന് മുന്നിൽ മുട്ടുകുത്തി. കല്യാണം കഴിക്കാൻ, പക്ഷേ ഒരു കുഞ്ഞുള്ള പെണ്ണിനെ മാത്രം. ഇങ്ങനെ പറയുമ്പോൾ അമ്മ സമ്മതിക്കില്ലെന്ന് കരുതി അവനെ ഞെട്ടിച്ചുകൊണ്ട് മുഖമാകെ ആ അമ്മ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അങ്ങനെ തിരച്ചിലിനൊടുവിൽ അങ്ങനെ ഒരു പെണ്ണിനെ അഭി സ്വന്തമാക്കി. കല്യാണി, അവളുടെ പൊന്നുമോളും. മോൾക്ക് 5 മാസം ഉള്ളപ്പോൾ മരിച്ചതാണ് അവളുടെ ഭർത്താവ്. ഇപ്പോൾ മോൾക്ക് 2 വയസ്സ്. കുഞ്ഞിനെ ആദ്യം കണ്ടപ്പോഴേ ഓടിച്ചെന്ന് ഭാര്യ ഉമ്മകൾ കൊണ്ട് മൂടി. കല്യാണിക്കും ഒട്ടും താല്പര്യമില്ലാതെയാണ് അഭിയെ കല്യാണം കഴിച്ചത്. അതവന് മനസ്സിലായതിനാൽ അവളോട് അധികം സ്വാതന്ത്ര്യം കാണിക്കാതെ പൊന്നുമോളെ മാത്രം ശ്രദ്ധിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ആ വീട്ടിൽ ആ കിളുക്കാൻ പെട്ടി കുഞ്ഞി പെണ്ണ് മാത്രമായി. കല്യാണി മെല്ലെ അഭിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്രയും നാൾ തന്നോട് അധികം മിണ്ടില്ലെങ്കിലും എല്ലാ കാര്യവും അവൻ നോക്കുന്നുണ്ടായിരുന്നു. മോളോടുള്ള സ്നേഹവും അവൻ്റെ അമ്മയുടെ വാത്സല്യം എല്ലാം കല്യാണിയിൽ സ്വാധീനമുണ്ടാക്കി. അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം മുട്ടിട്ടു തുടങ്ങി. ഒരു ദിവസം അവൻ്റെ നെഞ്ചിൽ ഒട്ടിക്കിടന്ന പൊന്നുമോളെ മാറ്റിക്കിടത്തി. മെല്ലെ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് അവൾ കിടന്നു. കണ്ണടച്ചു കിടക്കുന്ന അവനെ പ്രണയത്തോടെ നോക്കി. മെല്ലെ അവൻ്റെ കവിളിൽ തലോടി. ചുണ്ടുകൾ ചേർക്കാൻ പോയതും അവൻ കണ്ണു തുറന്ന് ഞെട്ടിപ്പിടഞ്ഞ് മാറാൻ പോകുന്നതിന് മുൻപേ അഭി അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. അതും പ്രണയത്തോടെ, അത്രയും സ്നേഹത്തോടെ, അത്രയും നന്ദിയോടെ, തൻ്റെ പൊന്നുമോളെ തന്നതിന്. പേടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അഭി. പൊന്നുമോളെ പിടിച്ച് അമ്മ അവൻ്റെ നടത്ത കണ്ട് നിൽക്കുകയാണ്. അച്ഛാ, മോളുടെ വിളി കേട്ടതും അഭി ഓടിച്ചെന്ന് മോളെ അമ്മയുടെ കയ്യിൽ നിന്നും എടുത്തു. അച്ഛാ, എന്താടാ മുത്തേ? വാ, എപ്പോ വരും? ഇപ്പൊ വരും മുത്തേ, അവൻ മോളുടെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ലേബർ റൂമിന്റെ വാതിൽ തുറന്നു. രണ്ടാളും അങ്ങോട്ടേക്ക് നടന്നു. വെള്ളപ്പുതപ്പിൽ നേഴ്സിന്റെ കയ്യിലിരിക്കുന്ന വാവയെ കണ്ടതും എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹായ് വാവാ, മോന. അതും പറഞ്ഞ് നേഴ്സ് കുഞ്ഞിനെ കൊടുക്കാൻ പോയതും അമ്മ വാവയെ മേടിച്ചു. സിസ്റ്റർ കല്ലു, ഒരു കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. അത് കേട്ടപ്പോൾ ആശ്വാസത്തോടെ അവൻ നെഞ്ചിൽ കൈവച്ചു. അപ്പോഴേക്കും വാവയുടെ കവിളിൽ പൊന്നുമോൾ ഉമ്മ വെച്ചു. പിന്നെ അഭിയും. കഴിവ് കെട്ടവനെന്ന് മുദ്ര കുത്തിയവൻ ഇപ്പോൾ അച്ഛനാണ്. ഒന്നല്ല, 2 മക്കളുടെ അച്ഛൻ. ഭഗവാൻ അവന്റെ വേദന കേട്ടു. ഇതേ സമയം 2ാമത്തെ ബന്ധവും വേണ്ടെന്ന് വെച്ച് സ്വന്തം വീട്ടുകാർക്ക് ഭാരമായി നിൽക്കുകയാണ് പ്രിയ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.